വഖഫ് നിയമ ഭേദഗതി സംബന്ധിച്ച JPC റിപ്പോർട്ട് രാജ്യസഭയുടെ മേശപ്പുറത്ത് വെച്ചു. പ്രതിപക്ഷ ബഹളത്തിനിടെയാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരു സഭകളും നിർത്തിവെക്കുകയും ചെയ്തു. ലോക്സഭ 2 മണി വരെ പിരിഞ്ഞു. ബൽറാം നുരങ്ങാടി വിവരങ്ങൾ വച്ചിരുന്നു. ബൽറാം, 30-ലധികം ഭേദഗതികളാണ് ഇതിൽ വോട്ടിനിട്ട് തള്ളിയത്. അതിൽ പ്രതിപക്ഷത്തെ കേൾക്കുന്നില്ല JPCയുടെ ഈ റിപ്പോർട്ടും എന്ന വ്യാപകമായ പരാതിയുണ്ട്, ആരോപണമുണ്ട്. അതുതന്നെയാണോ സഭയിലെ പ്രതിപക്ഷ ബഹളത്തിൽ കലാശിച്ചത്? ബൽറാം, തീർച്ചയായും ഈ JPCയുടെ നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ തന്നെ JPC അധ്യക്ഷൻ ജഗദംബിക പാൽ എടുത്ത നയങ്ങൾ, സമീപനങ്ങൾ എന്നിവ സംബന്ധിച്ച് പ്രതിപക്ഷം വലിയ ആക്ഷേപം ഉന്നയിക്കുകയും കടുത്ത പ്രതിഷേധം അത് കയ്യാങ്കളിയിലേക്ക് പോലും JPC യോഗത്തിൽ ഇടയാക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് തയ്യാറാക്കി പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ഘട്ടത്തിലും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ശക്തമായ പ്രതിഷേധമുണ്ടായത്. പ്രതിപക്ഷാംഗങ്ങൾ കൊണ്ടുവന്ന 30ഓളം ഭേദഗതി നിർദ്ദേശങ്ങൾ വോട്ടിനിട്ട് തള്ളുകയും ഭരണപക്ഷാംഗങ്ങളുടെ 15 നിർദ്ദേശങ്ങൾ, ഭേദഗതികൾ ഉൾപ്പെടുത്തിയുമാണ് ഈ റിപ്പോർട്ട്. 936 പേജുകളുള്ള റിപ്പോർട്ടിൽ 281 പേജുകൾ പ്രതിപക്ഷാംഗങ്ങൾ നൽകിയ വിയോജനക്കുറിപ്പുകളാണ് എന്നുള്ളതും ശ്രദ്ധേയമാണ്. 12 പ്രതിപക്ഷാംഗങ്ങളാണ് വിയോജനക്കുറിപ്പുകൾ ഈ സമിതിക്ക് നൽകിയത്. അതിൽ തന്നെ 100ഓളം പേജുകൾ ഈ വിയോജനക്കുറിപ്പുകൾ തന്നെ ഒഴിവാക്കിയതായുള്ള ആക്ഷേപവുമുണ്ട്. അതിന് ചെയർമാൻ നൽകുന്ന വിശദീകരണം എന്നുള്ളത് സഭ്യേതരമല്ലാത്ത ഭാഷ ഉപയോഗിക്കുകയും അനാവശ്യ വിമർശനവും ഉന്നയിക്കുകയും ചെയ്ത പരാമർശങ്ങൾ നടത്തിയ പേജുകളാണ് ഒഴിവാക്കിയത് എന്നുള്ളതാണ്. ഇത്രത്തോളം കടുത്ത രീതിയിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും എതിർപ്പ് നേരിട്ട ഒരു JPC റിപ്പോർട്ട് സമീപകാലത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ആ റിപ്പോർട്ടാണ് ഇപ്പോൾ പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ഘട്ടത്തിലും പ്രതിഷേധം നേരിട്ടത്. ലോക്സഭ നിമിഷങ്ങൾ മാത്രം സമ്മേളിച്ച് പിരിയുന്ന സാഹചര്യമുണ്ടായി. ലോക്സഭ 2 മണിവരെ നിർത്തിവെച്ചിരിക്കുകയാണ്. രാജ്യസഭയിൽ JPC റിപ്പോർട്ട് മേശപ്പുറത്ത് വെക്കുകയും അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു. രാജ്യസഭയിലും കടുത്ത പ്രതിഷേധം തന്നെയാണ് ഉണ്ടായത്. 11:20 വരെ രാജ്യസഭ ഇപ്പോൾ പിരിഞ്ഞിരിക്കുകയാണ്. ഹഷ്മി, ബൽറാം നുരങ്ങാടിയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഇരുസഭകളും നിർത്തിവെച്ചു. JPC റിപ്പോർട്ട് സഭയിൽ വെച്ചു. അതിൽ പ്രതിപക്ഷത്തിന് ഇപ്പോഴും ഈ പറഞ്ഞതിന് അതിൻ്റെ പല കാര്യങ്ങളിലും വലിയ പ്രതിഷേധമുണ്ട്. അത് സഭയിൽ ഉന്നയിച്ചു. പ്രതിപക്ഷം ബഹളത്തിൽ മുങ്ങി നിർത്തിവെച്ചു.